വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നല്ല നമസ്കാരം. പിന്നെ ഞങ്ങളൊരു ചെക്കപ്പിനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഡബിൾ മാർക്കർ ടെസ്റ്റും NT സ്കാൻ നമ്മൾ ചെയ്തു. ഇനിയിപ്പം ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങിയിട്ട് ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് മെയിൻ ടെസ്റ്റാണ് മൂന്നാം മാസത്തിലെ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് 2 വീഡിയോ, ഒന്നാശന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ, പിന്നെ ഞാനൊരു വീഡിയോയും ഇട്ടത്. 2 മാസത്തിന് ശേഷം ഇടുന്ന വീഡിയോ ആണ് അത്. കുറെ നമുക്ക് ബ്രേക്ക് വന്നായിരുന്നല്ലേ. ഇങ്ങനൊരു ഇത് വന്നോണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നീണ്ടു പോയേനെ. അതിൽ വന്ന കമന്റ്സ് ഞങ്ങളെ ശരിക്ക് എന്താ പറയാ ഹാപ്പി ആക്കി. അതിൽ വന്ന പോസിറ്റീവ് കമന്റ്സ് അത് എന്താ പറയാ, അങ്ങനെയുള്ള മനസ്സിന് ഉടമകൾക്ക് അത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇട്ട് ഒന്ന് ഓക്കെ ആകും. ആ കമന്റുകൾ വായിക്കുന്നതോടെ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഇത് കിട്ടി. ഞങ്ങളൊന്ന് ഓക്കെ ആയി, ഒന്ന് റിലാക്സ് ആയി മൈൻഡ് തന്നെ. അത് പിന്നെയും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയ ശേഷം എന്നെ സംബന്ധിച്ച് ഇത്രയും കമന്റ് റിപ്പീറ്റ് വായിച്ചു നോക്കിയത് ആ ആഷ്നാന്റെ വീഡിയോന്റെ മേളില് കമന്റ്സ് ഉണ്ട്. അതിൽ ഓരോ പലതും മൊത്തം, അതായത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തല്ലോ. അപ്പോൾ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പല കമന്റ്സും എനിക്ക് മൊത്തം വായിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഇമോഷണൽ ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. വായിച്ചു തീർക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാല് അത്രയും ഇമോഷണൽ ആയിട്ടുള്ളതുകൊണ്ട് നമ്മളതിൽ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ നമുക്ക് വായിക്കുക. അങ്ങനെ ഒരു കമന്റ് ബോക്സ് സെക്ഷൻ ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നല്ലോണം മെന്റലി ഞങ്ങൾ ഓക്കെ ആക്കി. ഒരു പോസിറ്റീവ് ഞങ്ങൾ ഒരിക്കലും ആ വീഡിയോ അതാ ആഷ്നാനോട് പറഞ്ഞു, കാര്യങ്ങളൊന്നും അവതരിപ്പിക്കുക, ഇന്നപോലെ സംഭവമൊക്കെ പറയാം, ഒരുപാട് പേര് അറിയാനുണ്ടല്ലോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല സത്യത്തിൽ. പിന്നെയാണ് അത് പറഞ്ഞ പോലെ നന്നായി. ആ എടുത്ത തീരുമാനം എന്തുകൊണ്ടും നന്നായി, വളരെ നല്ല. കാരണം എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മെസ്സേജ് കാരണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. എനിക്ക് മാത്രമല്ല, ഇക്കാക്ക് മെസ്സേജ്, ചിന്നുവിന്റെ ഹസ്ബൻഡിന്, ബെൻസിത്താക്ക്, ബാവാസിന് എല്ലാവർക്കും മെസ്സേജ് ആയിരുന്നു. ഇൻസ്റ്റയില് അത്തച്ചിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒത്തിരി നല്ല കമൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു കണ്ടന്റ് പോലെ അതിൽ നിന്ന് പിന്നീട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യുന്നതല്ല. ഞങ്ങൾക്കത് ഇത് ഞങ്ങളിപ്പോ ഏകദേശം ഒരു 3/4 ഭാഗം പിന്നിട്ടു ഹോസ്പിറ്റലിലേക്ക്. വരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ വേറൊന്നും കൊണ്ട് ഞങ്ങൾ ഓക്കെ ആയതല്ല. ഈ ഒരു കമന്റ് ബോക്സ് വായിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഓക്കെ ആയത്. അപ്പോഴാണ് എന്നാൽ പിന്നെ അതിനൊരു കാര്യങ്ങൾ അവരോട് സംസാരിച്ചേക്കാം, കുറച്ചൊരു ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ശൂന്യതയായിരുന്നു ഈ ഒരു സംഭവം. മുമ്പ് നടന്നതും അപ്പോഴും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആയിരുന്നു ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് പിന്നെ മൊത്തത്തില് പ്രശ്നമാണല്ലോ. ഒന്നോ രണ്ടോ കാര്യമല്ലല്ലോ, മൊത്തത്തില് തുടരെ ഇത് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴും ഓക്കെ ആയോന്ന് ചോദിച്ചാൽ ഓക്കെ ആയിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും അങ്ങനെ പെട്ടെന്ന് ആവാൻ പറ്റൂല. പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷം, ആ കമന്റുകൾ വായിച്ചതിന് ശേഷം ഒരു 90% സെറ്റാണ്. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ആൾക്കാരാണ് മെസ്സേജ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് അറിയില്ല. കുറേയൊക്കെ ഞാൻ ഇവിടെ നോക്കട്ടെ, സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാട്ടോ. അതിങ്ങനെ എസ്സേ പോലെ ഇതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട്. നമ്മൾ കുറേ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജ്. ശരിക്കും അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, നമുക്ക് അറിയാനായിട്ടാണ്. നല്ല അങ്ങനെയൊക്കെ മനസ്സിന് ഉടമകൾ ഇവിടെ ഉണ്ട്. നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ അങ്ങനെയൊക്കെ അതിലായിരിക്കും നമ്മളെല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട്, ഇപ്പം ഞാനുൾപ്പെടെ അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, സ്വയം ഇങ്ങനെ വെന്തോണ്ടിരിക്കും. പക്ഷേ അതിനെക്കുറിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഞാനതിൽ ഈ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പുള്ളിക്കാരി കമന്റ് ഇട്ടതാണ്, മറ്റുള്ളവർ പറയുന്നതൊന്നും നോക്കണ്ട, ഇപ്പം എവിടെയോ ഇരുന്ന് വീഡിയോയിൽ മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക സ്വന്തം സഹോദരിയായിട്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെ, അപ്പോൾ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെയാണ് അതായത് കൂടെയുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ മാത്രം കണ്ടിട്ട് ആളുകൾക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇതിന്റെ ആ ഒരു ആശ്വാസവാക്കുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസുകൾക്ക് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനൊരു ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന്റെ വേറൊരു വശവും ഞങ്ങൾ നേരിട്ടേ.
അതിന്റെ വേറൊരു വശവും കൂടെ നേരിട്ടിട്ട് ആവുമ്പോഴാണ് ഇതിന്റെ ഒരു ആശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത്. അത് രണ്ടും നേരിട്ട് അത് നേരിട്ട് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അതിലും ഒറ്റപ്പെട്ട നമ്മൾ എന്തിനാ ഒറ്റപ്പെട്ട കുറച്ച് കമന്റുകൾക്ക് റിയാക്ഷൻ ചെയ്യൽ കുറവാണ്. പിന്നെ എത്രയോ ഒരു 100 പോസിറ്റീവ് പറയുമ്പോൾ 100 കമന്റിൽ 90 എണ്ണം പോസിറ്റീവും 10 നെഗറ്റീവും. ആ 10 നെഗറ്റീവിൽ പിടിച്ച് തൂങ്ങാല് പണ്ടേ ഇല്ല. പിന്നെ ഒരു രക്ഷയില്ലാണ്ടാണ് ചെയ്യാറ്. പക്ഷെ ഈ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് അതും മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് എന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ അതിന് ഇത്രയും എന്താ പറയുക ആശ്വാസവാക്കുകളും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങളെ ഇതൊക്കെ അല്ലേ ഒരു വലിയ പാഠമാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ സഹായിക്കുന്നതിനെക്കാട്ടും എത്രയോ വലിയ കാര്യം ഒരു വാക്കുകൾ കൊണ്ട് നമ്മളെ ഈ പറയുന്നില്ല ആത്മഹത്യയുടെ വക്കിന്ന് പോലും തളർത്താനും പറ്റും, ഉയർത്താനും പറ്റും. ഒന്ന് നോർമൽ ആക്കി എടുക്കാൻ ആ വാക്കുകൾ കൊണ്ട് പറ്റുമെന്നതിന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അത് വലിയ ആശ്വാസമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ എത്രയോ ആൾക്കാർ അറിയാത്തവരല്ലേ അവര്. അത് മാത്രല്ല ഇപ്പൊ ഈ 52 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ ആരും അത് സ്കിപ്പ് ചെയ്യാതെയാണ് അത് മൊത്തം കണ്ടത്. അപ്പം ചിന്നുവിന്റെ കൂട്ടുകാർ വരെ ചിന്നുവിന് അയച്ച മെസ്സേജ് എനിക്ക് അവള് ഫോർവേഡ് ചെയ്ത് തന്നു. അതായത് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നിട്ട് ഹസ്ബൻഡിനെ വിളിച്ചെഴുന്നേപ്പിച്ചു പോലും. എന്നുവെച്ചാൽ ഇത് വീഡിയോ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ അവർക്ക് വരെ മെസ്സേജസ് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ അത്രയും മനസ്സിലാക്കുന്നോണ്ടും അറിയുന്നോണ്ടുമാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞ കൂടെ ഉള്ളവർക്ക് പോലും അത് കറക്റ്റ് കിട്ടൂല. പക്ഷെ എവിടെയോ ഇരുന്ന് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം ഒന്നാമത് ഞങ്ങളുടെ ഫാമിലിയില് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിൽ ഏറ്റവും വലിയൊരു വിടവാങ്ങൽ തന്നെയാണ് ഇപ്പൊ നടന്നത്. ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ ഇതുവരെ പറഞ്ഞ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളത് എങ്ങനെ അതും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നല്ലോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യല്ലേ. എല്ലാം ഇങ്ങനെ കണ്ണടച്ച് തുറക്കണ സമയം കൊണ്ട് എല്ലാം തീർന്നു. നോർമലി എത്തിയ ആളാണ്. പെട്ടെന്ന് അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് എന്നോട് വന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല ആള്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ചെയിൻ സ്മോക്കർ ആയിരുന്നു. അപ്പൊ അസുഖമൊക്കെ ആയ സമയത്ത് ഇതങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും മുഖത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാണ് അന്ന് പോയി കണ്ടത്. അപ്പം ഇക്ക എന്നിട്ട് അന്ന് എന്നോട് ആദ്യം പറഞ്ഞത് അത് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, അത് തിരിച്ചു വരും എന്നുള്ള രീതിയിലൊക്കെ അത്രയും. പിന്നീട് അവിടെ നിന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇക്ക ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇക്ക കണ്ടിട്ട് വന്നോണ്ടല്ലേ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായി. ഞാൻ കണ്ടപ്പോൾ അഫീനെ അടുത്ത് മടിയിലിരുത്തി അഫീനോട് കാര്യങ്ങൾ പറഞ്ഞ്, അതും വരുന്നതിന് മുമ്പ് സാധാരണ കുട്ടികളെ വന്ന് കണ്ടതിന് ശേഷം പോയി വാങ്ങിക്കലാണ്. പക്ഷെ ഇത് ഉമ്മച്ചിനെ നല്ലോണം നിർബന്ധിച്ച് കുട്ടികൾക്കുള്ള സ്നാക്സും മുട്ടായും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആക്കി വെക്കുകയും. നിധി ഇല്ലാത്തൊരു വിഷമമുണ്ട്. നിധി ഞാൻ കൊണ്ടുപോയാനെ, നിധിക്ക് അപ്പൊ ചെറിയൊരു അലർജി ഉള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാതെ ഇരുന്നത്. പരമാവധി ഞാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അങ്ങനെ അതെല്ലാം കൊടുത്ത് കുറേ നേരം സ്കൂളിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളിക്ക് വിടാനൊരു മനസ്സില്ലായിരുന്നു ഞങ്ങളെ. അഫീന അതുപോലെ നോക്കിയതല്ലേ, അങ്ങനെ വിടാൻ മനസ്സില്ല. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പോകുന്നത് ശനിയാഴ്ചയായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് ഞായറാഴ്ച രാവിലെ ഞാൻ ഇവിടെ എത്തി. തിങ്കളാഴ്ച ഇവർക്ക് ഡിസ്ചാർജ് പറഞ്ഞു തന്നു. ഞായർ അല്ലെങ്കിൽ തിങ്കൾ ഡിസ്ചാർജ് പറഞ്ഞാണ്. ചൊവ്വാഴ്ച കളമശ്ശേരിയിൽ ഒരു ടെസ്റ്റിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച അതും കൂടെ കൊടുത്ത് ആ ടെസ്റ്റ് റിസൾട്ട് 2 ആഴ്ച സമയം എടുക്കും. ഞാൻ പറഞ്ഞു അത് കൊടുത്ത് നിൽക്കും. അപ്പോഴേക്കും ഞാൻ ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു കാറും കൊണ്ട് വരണേ, വണ്ടിയും കൊണ്ട് വരാം. ഇല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ബസ് വരുന്നുണ്ട്, അതിൽ കയറി ഇങ്ങ് പോരാ. എന്നിട്ട് സ്ലീപ്പറാണ്, അപ്പോൾ അതിൽ കയറി വന്നാൽ വീടിൻ്റെ അവിടെ തന്നെ ഇറക്കി വിടും. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഇവർ പിള്ളേരുടെ കൂടെയൊക്കെ നിന്നൊന്നും കൂടെ ഒന്ന് ഓക്കെ ആവുമല്ലോ. അവിടെ അല്ലേ വീട്ടിലല്ലോ, എല്ലാത്തിനും സൗകര്യം അത്യാവശ്യം ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഞാൻ ഇവളോടും പറഞ്ഞു എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. അതൊക്കെ സംസാരിച്ച് വെച്ച് അപ്പോഴേക്കാണ് ഈ പനി വന്നു. പനിയാണ് വില്ലനായത്. പനി വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇതായനെ. എന്തായാലും ഞങ്ങളിത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ ഇപ്പോൾ. അപ്പോൾ അത് പോട്ടെ, എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറക്ക് ചെയ്ത് തീർക്കണം. അപ്പം എന്തായാലും എനിവേ ഞങ്ങളിരുന്ന് കുറച്ച് ഓക്കെയാണ്. നിങ്ങളിട്ട കമൻസിന് റിസൾട്ട് ഉണ്ട്.
ഞങ്ങൾ നന്നായി ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി, അധികം വലിച്ചു കിട്ടുന്നില്ല, ഒരുപാട് നന്ദി. നല്ല മനസ്സുള്ളവർക്കേ അത്തരത്തിൽ നല്ല വാക്കുകൾ പറയാനും ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അത് സോഷ്യൽ മീഡിയ വഴിയല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയനെ ഒരുപാട് രീതിയിൽ വിമർശിക്കുന്നുണ്ട് എങ്കിലും, ചിലരുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഞങ്ങൾ അത് ആ രീതിയിലേ ഉപയോഗിക്കുന്നുള്ളൂ, ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കണ്ടന്റ് ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഇത്. പിന്നെ ഇത്തരത്തില് ഇത്രയും ആൾക്കാർ വീഡിയോ കണ്ടിട്ട് റിപ്ലൈ തന്ന് കമന്റുകൾ വഴി ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് ഒന്ന് ഞങ്ങൾ ഓക്കെ ആക്കിയപ്പോ നിങ്ങളോട് സംസാരിച്ചില്ലേ പിന്നെ പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ. അത് ജസ്റ്റ് നിങ്ങൾ അതിൽ വന്ന കമന്റ്സ് മാത്രം നോക്കിയാൽ മതി. യൂട്യൂബിൽ വീഡിയോ ഇടാത്തവർക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഉള്ള കാര്യമാണ്. അപ്പൊ അല്ലാതെ ചിലരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരെയും നമുക്ക് ഇത് മനസ്സിലാക്കി. ചിലര് അത് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അമ്മയെ തല്ലിയാലും 2 വർഷം പറയുന്ന ആൾക്കാരുണ്ട്. അതിന് നമ്മൾ മനസ്സിൽ കേട്ടിട്ടൊന്നുമില്ല. കാരണം ഇത്രയും കമന്റ്സ് ഇവിടെ കിടക്കുമ്പോ ഇങ്ങനത്തെ ഉള്ള അതിനെന്താ തലയിൽ കയറ്റി എന്തെങ്കിലും പറയുന്ന ഒരു ഇതിനും ഇത് അടുത്ത ഇതാണ് കണ്ടന്റ് ആണ് ഇത്, അതിന് പറ്റി പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഇമോഷനിലെ ചില ആൾക്കാർക്ക് തീരെ വിലയില്ല. നമ്മുടെ ഇമോഷൻസിനെ വില കൽപ്പിച്ചവരും അതിന് നല്ല വാക്കുകൾ പറഞ്ഞവരോട് ഒരു നന്ദി പറയുന്നത് അതിന് വലിയ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സമാധാനമുണ്ട് ഇപ്പോൾ, ഒരുപാട് ആശ്വാസം. ഞാൻ ഇപ്പോൾ സത്യം ഇന്ന് രാവിലെയും കൂടെ ഞാൻ കമന്റ് സെക്ഷൻ വായിച്ചു നോക്കി. ഇന്ന് രാവിലെയും കൂടെ ഞാൻ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കി. ഒരു ആശ്വാസമായി. അതൊരു വലിയ ഒരു 5 മിനിറ്റ് ആ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് റിലാക്സ് കിട്ടും. രണ്ടാമതിട്ട വീഡിയോയ്ക്കും അങ്ങനെ തന്നെയാണ്. അത് നമ്മള് അത്രയും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ഒരു വീഡിയോ തന്നെയാണത്. ഞാൻ പോവാൻ അർജന്റ് പോകണം. എനിക്ക് 9:00 അവിടെ എത്തണം. 9:00 ഉള്ളിൽ അവിടെ എത്തിയിട്ട് 10 മണിയാകുമ്പോഴേക്ക് വണ്ടി എടുത്ത് കണ്ണൂർ കൊണ്ടുവെക്കേണ്ട സമയത്തായിരുന്നു ഞാൻ ഈ രാവിലെ ഈ അഫീനൊക്കെ വിട്ട് ഇതാക്കി വരുമ്പോൾ പെട്ടെന്നാണ് ഈ വെറുതെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇതിനെ റിപ്ലൈ കൊടുക്കാതെ എനിക്ക് പോകാൻ പറ്റൂല സമാധാനത്തിരുന്ന്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് കാറിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ അതിനെ റിപ്ലൈ കൊടുത്തത്. അതും അൽഹംദുലില്ലാ നല്ല രീതിയിൽ ആൾക്കാർ ഉൾക്കൊണ്ടു. 90% ആൾക്കാർ നല്ല രീതിയിൽ എടുത്തു. തെറ്റുണ്ടെങ്കിൽ പിന്നെ പോട്ടെ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരു തെറ്റും ഇല്ലാതിരിക്കുമ്പം നമുക്ക് ഇന്നലെ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്ര മണിക്കാ 5 മണിക്ക് തുടങ്ങിയ കോള് ഉപ്പാനൊരു വിളി ഉമ്മാനൊരു അപ്പൊ അവരവരെ കഥകൾ പറഞ്ഞു. പിന്നെ രാത്രി 9:30 പറ്റിയാണ് 2 ഫോണും കട്ടായത്. ഒരാൾ വിളിക്കുന്നു, അപ്പൊ ആ ഫോണ് ചാർജ് ചെയ്ത് മറ്റാളുടെ ഫോണിൽ വിളിക്കുന്നു, തിരിച്ചു വിളിക്കുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാന്ന് സ്ഥാപിച്ചെടുക്കാൻ ചിലർക്ക് താല്പര്യം. അതങ്ങനെ അല്ല, അത് കേൾക്കാനാണ് ഇഷ്ടം കൂടുതൽ ആൾക്കാർക്ക്, അങ്ങനെ തോന്നുന്നു. അതിപ്പോ നമുക്ക് മാത്രമല്ല, എല്ലാവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഭാഗത്ത് എന്താ പറയാ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറയണല്ലോ. അല്ല, അത് മനസ്സിലാക്കുക. വാക്കുകൾ കൊണ്ട് ചിലർക്ക് മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ അല്ല എന്ന് ചില ആൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്കുള്ള സത്യങ്ങൾ ചില ആളുടെ കമന്റുകളിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയ അങ്ങനെ ചില ആൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിലും നമ്മൾ ചിന്തിക്കുന്നില്ലേ. പക്ഷെ നമുക്ക് ചിലത് പറഞ്ഞ് ഇതാക്കാൻ പറ്റൂല. നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ചില ആളുടെ കമന്റുകൾ കാണുമ്പോൾ പിന്നെ അതേപോലെ നമ്മുടെ ഉദ്ദേശിച്ചത് എന്താണോ അതേ സാധനം കമന്റിൽ ഇട്ടിട്ടുണ്ടാവും ഇങ്ങനെ പറഞ്ഞിട്ട്. അത് നമുക്ക് വിട്ടുപോയല്ലോ, അതവർ മനസ്സിലാക്കിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര മനസ്സിന്റെ ഒരു വലിപ്പമാണ് അതൊക്കെ കാണിക്കുന്നത്. ഇത്രയും വർഷമായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളങ്ങനെ ഒരു ഫേക്ക് ആയിട്ട്, അതായത് ഇപ്പം മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ വന്നിരുന്നിട്ട് ഒരു പക്ക ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കള്ളം പറയുക, അതൊന്നും അല്ലെ നമുക്കത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാതിരിക്കുള്ളൂ. അത്ര അങ്ങനെ ചെയ്തിട്ടുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരും ഇപ്പം നമ്മളുമായിട്ട് പരിചയമില്ലാത്തവർ കാണുന്ന പോലെ തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരും കാണുന്ന വീഡിയോസ് ആണല്ലോ ഇതൊക്കെ. അപ്പൊ അവരെന്താ വിചാരിക്കുക? അതെ അല്ല, മറച്ചു വെക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പൊതുസമൂഹത്തിലേക്ക് പൊതുവായി ഇങ്ങനെ ഇടണ്ട, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി എന്താണെങ്കിലും അതായത് ഇതിനെ കുറിച്ചാണെങ്കിലും അത് ഇടാറില്ല. പിന്നെ അല്ല അതുവഴി അങ്ങനെ മുന്നോട്ട് പോകാറ്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ ഞങ്ങളുടെ ഒരു വീഡിയോന്റെ ഒരു രീതി മനസ്സിലാവാൻ. ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങനെ തുടർന്ന് പോകാനാണ്. എന്തൊക്കെയോ പറഞ്ഞ കാട് കയറി. അല്ല, അത് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഓക്കെ ആയി വരുന്നു.
അപ്പോൾ എനിവേ അടുത്ത വീഡിയോസുമായിട്ട് കാണാം. ഞങ്ങളിങ്ങനെ ഓക്കെ ആക്കിയതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ഓരോ കമൻറ്റുകളും ഞങ്ങളുടെ ജീവിതത്തിലേക്കാണ് തിരിച്ചു കൊണ്ടുവന്നത്. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അല്ലേലും ഒരു വിഷമം ഒരു സങ്കടം വരുമ്പോ കൂടെ നിക്കുക എന്നുള്ളതിനെ 1-2 അല്ല ഞങ്ങൾ നേരിട്ടത്, 2-3 മാസം കൊണ്ട് 1-2 സംഭവം എന്നല്ല ഞങ്ങൾ നേരിടേണ്ടി വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് തുടരെ ഇങ്ങനെ അടികൾ. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ ഒരു വീഡിയോ പോലും ഇല്ലല്ലോ ഇതിൽ. എത്ര നമ്മൾ മെന്റലി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ വെറുതെ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും ഒരു ഹാപ്പി ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തരുമ്പോൾ നമ്മൾ ഓക്കെ ആ കമൻറ്റ് സെക്ഷൻ വായിച്ചു, ആ കമൻറ്റ് വായിച്ചു, ഈ കമൻറ്റ് ലാസ്റ്റ് ഇങ്ങനെ കമൻറ്റ് കാണിച്ചു തരാം, തേക്ക് ഇത് നോക്കുന്ന പറഞ്ഞ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഞാൻ പറഞ്ഞു പിന്നെ നമുക്കൊരു വീഡിയോ അതിന് ചെയ്താലോടി, നമ്മൾ ഓക്കെ ആയി വരുന്നുണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാനും ചിരിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ, കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടല്ലോ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ നമ്മളെന്ന് പറയുമ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്ത്. അപ്പോൾ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം കൂടെ നിന്നതിന്. ഞങ്ങളെ അതിലൊരു ഭൂരിഭാഗം നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വേറെ വഴിക്ക് യാത്ര ചെയ്തേനെ. സഹിക്കാൻ എല്ലാവർക്കും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് തകർന്നു പോയാൽ പിന്നെ വേറെ വഴിക്ക് ഞങ്ങൾ പോകും, അത്ര തന്നെ. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.